അങ്ങനെ നമ്മളെ മലപ്പുറം ജില്ലയില് എല്ലാരും ശ്രദ്ധിച്ചിരുന്ന ഒരു റോഡാണ് അല്ലേ, വട്ടപ്പാറ. നമ്മൾ ആദ്യമായിട്ടാണ് വൈഡക് മേൽപ്പാലത്തിലൂടെ യാത്ര ചെയ്യുന്നത്. അപ്പൊ നോക്കാം കേട്ടോ. ഇവിടെ പണി ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലേ എങ്ങയ്യേ, ഇപ്പൊ നമ്മള് വൈഡക് മേൽപ്പാലത്തേക്ക് കയറുന്ന പറഞ്ഞിട്ട് പറ്റിച്ചാ നമ്മള് വളാഞ്ചേരി അങ്ങനെയല്ല, കുറ്റിപ്പുറത്ത് അധികം ആൾക്കാർക്ക് അറിയില്ല. ആ വളാഞ്ചേരി ആ ബ്ലോക്കിൽ പോയി പെടും. നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് എടുത്താല് നമുക്ക് ആ പാലത്ത് നമുക്ക് സുഖമായിട്ട് കയറാൻ പറ്റും. ഈ റോഡ് കുറച്ച് കച്ചറാണ് കേറിനോടത്ത്. അത് കഴിഞ്ഞാല് പ്രശ്നമില്ല, നമുക്ക് സുഖമായിട്ട് കൂടി യാത്ര ചെയ്ത് പോവാം. അത് പ്രശ്നമില്ല, ശ്രദ്ധിച്ചു പോയാ മതി. വണ്ടി ഇങ്ങോട്ട് വരണുണ്ടല്ല. വളാഞ്ചേരി വലിയ ബ്ലോക്കുള്ള അതിന് കേസിലാവും. അടുത്ത ദിവസം തന്നെ അത് പണി ഫുള്ള് കഴിയും അല്ലേ? ഇവിടെ ഇത് വിഷുവിന്റെ അന്ന് 3 മാസം പണി ഉണ്ടാവും. നമ്മളെ വളാഞ്ചേരി പോലീസിന്റെ വോയിസ് തന്നെ ഉണ്ടായിരുന്നു. ഇത് കൂടി വണ്ടികളൊക്കെ പോകണം, ബ്ലോക്ക് കുറക്കാൻ വേണ്ടിട്ട് വളാഞ്ചേരി. ഇവിടെ വന്നിട്ടാണ് നല്ല ശ്രദ്ധിക്കണം. റോഡ് ഫുള്ളായിട്ട് ഓപ്പൺ അല്ല, ഒരു സൈഡ് അല്ലേ, ഒരു സൈഡ് ഓപ്പൺ ആണ്. ആദ്യം ആ സൈഡായിരുന്നു ഓപ്പൺ, ഇപ്പൊ ഈ സൈഡാണ് ഓപ്പൺ. അങ്ങനെ മക്കളെ, മലപ്പുറം ജില്ലയിലെ എന്നല്ല, കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ വൈഡക് മേൽപ്പാലം, അതിലൂടെയാണ് ഇപ്പൊ നമ്മള് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി വട്ടപ്പാറ അടിയിലെ പുതിയ മേൽപ്പാലം. 2-3 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറയുന്നത്. കണ്ടോളി, സീനറി ഇട്ടു. അവിടെ ആണ് ഈ നിർത്തട്ടോ, നിർത്തിട്ടൊരു ഫോട്ടോ എടുക്കുക. കാഴ്ച കാണണമെങ്കിൽ മലപ്പുറത്തേക്ക് പോന്നോളി, ഇതിൽ കൂടെ ഒന്ന് യാത്ര ചെയ്താൽ മതി. സെറ്റാണ് അല്ലേ? അപ്പൊ ഇതാണ് മേൽപ്പാലത്തിൽ നിന്നുള്ള കാഴ്ച. ഓ മൈ ഗോഡ്, വട്ടപ്പാറ അടിയുടെ മേലത്തെ പുതിയ പാലത്തിന് മേലിന് അടിയിട്ടുള്ള കാഴ്ച കാരണം റോഡിലൂടെ പോകുമ്പോ അങ്ങനെ അറിയില്ല, പക്ഷെ നമ്മള് ബസ്സിലൊക്കെ പോകുമ്പോ നല്ല കാഴ്ച, പുറത്തേക്ക് നല്ല കാഴ്ച ഉണ്ടാവും. ഇതിപ്പോ എത്ര ഭയങ്കര ഹൈറ്റിലൂടെയാണ് ഇപ്പൊ നമ്മളീ പോണത്. കണ്ട തെങ്ങളൊക്കെ. ഇത് നേരെ ഇനി നമ്മള് വളാഞ്ചേരി കഴിഞ്ഞിട്ട് പാടത്തേക്ക് എത്താം. വളാഞ്ചേരി ബ്ലോക്കിൽ നിന്ന് നമുക്ക് അവിടെ കഴിച്ചിലായി കിട്ടും. അപ്പൊ ലോങ് ഒക്കെ പോണവര് ഇങ്ങനെ കയറി വന്നാല് നല്ല സുഖം. പക്ഷെ ഇപ്പോഴും ഇത് ഓപ്പൺ ആകാത്തോണ്ട് അധികം പേർക്ക് അറിയില്ല കേട്ടോ ഇങ്ങനെ പോവാന് അല്ലേ. അവിടെ കയറിനോടത്ത് ഒരു ബുദ്ധിമുട്ടുണ്ട്.